Good morning students. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് വെയർസ് ആയിരുന്നു. റെക്ടാങ്കുലർ വെയർ, അതുപോലെ തന്നെ ട്രയാങ്കുലർ വെയർ, ട്രപ്പിസോയിഡൽ വെയർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രപ്പിസോയിഡൽ വെയർ എന്ന് പറയുന്നത് ട്രയാങ്കുലർ വെയറിൻ്റെയും റെക്ടാങ്കുലർ വെയറിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെയാണ് നമ്മൾ ഡിസ്ചാർജ് ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടേം ആണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്. So velocity of approach is defined as the velocity with which the water approaches or reaches the weir or notch before it flows over it. അതായത് ഒരു വെയർ നമ്മൾ ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. വെയർ ആണെങ്കിൽ അത് കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് മുകളിലൂടെ ജസ്റ്റ് ഫ്ലോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മാക്സിമം ഒരു വെലോസിറ്റി അത് അറ്റൈൻ ചെയ്യും. ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ആ നിയറസ്റ്റ് എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി, ആ വെയറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. ഓക്കെ, ദിസ് if velocity of approach VA is the VA, then an additional head HA equal to VA square by 2G due to velocity of approach is acting on the water flowing over the notch അല്ലെങ്കിൽ വെയർ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് എ ആണ്. ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് എ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഹെഡിലുള്ള ഒരു ഡിഫറൻസ് കൊണ്ട് ഒരു എന്താണ് അഡീഷണൽ ടേം കൂടെ നമുക്ക് ഡിസ്ചാർജിൽ വരും. ഈ എച്ച് എ എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഡിസ്ചാർജ് ഇക്വേഷനിൽ വരും. അപ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഫിഗറിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് നോക്കാം. സോ ഇതൊരു എന്താണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന വെയറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു വ്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ ഇതാണ് ചാനലെങ്കിൽ ചാനലിലൂടെ ഫ്ലോ ചെയ്യും. നമ്മൾ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, ബട്ട് നമ്മളൊരു ക്രോസ് സെക്ഷൻ പോലെയാണ് എടുക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഫ്ലോയ്ക്ക് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു വെയർ, അല്ലെങ്കിൽ കോൺക്രീറ്റ് നോച്ച് ആണെങ്കിൽ പ്ലേറ്റ് ആയിരിക്കും. ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇത് അക്രോസ് ആണ്, പെർപെൻഡിക്കുലർ ആണുള്ളത്. സോ ആ ഒരു വെയറിന്റെ ഹൈറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് ഓഫ് വാട്ടർ നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞിട്ട് ഹെഡ് ഓഫ് വാട്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അവിടുന്ന് ഈ ഒരു അപ്രോച്ച് എത്തുമ്പോൾ, അതായത് ഈ ഒരു വെയറിന് അപ്രോച്ച് പോർഷനിൽ നമുക്കൊരു എക്സ്ട്രാ ഹൈറ്റ്, ഒരു റൈസ് ഉണ്ടാവും അല്ലെ. ആ ഒരു പോർഷനെയാണ് നമ്മൾ സ്മോൾ എച്ച് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എച്ച് പ്ലസ് സ്മോൾ എച്ച് എ, എച്ച് പ്ലസ് എച്ച് എ ആണ് എന്ത് ഇനീഷ്യൽ ഹൈറ്റ്. പക്ഷെ ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു വെയറിനെ ക്രോസ് ചെയ്യുമ്പോൾ വെയറിന്റെ മുകളിൽ എച്ച് എ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഫൈനൽ ഹൈറ്റ് സ്മോൾ എച്ച് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഈ വെയറിന്റെ മുകളിൽ സ്മോൾ എച്ച് എ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഈ ജസ്റ്റ് അതിന് തൊട്ട് മുമ്പാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് പ്ലസ് എച്ച് എ ആണ് ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. പക്ഷെ ഈ വെയറിന്റെ ജസ്റ്റ് ഓവർ ക്രോസ് ചെയ്യുമ്പോൾ ഈ എന്താണ് ക്രസ്റ്റ് പോർഷനിൽ വരുന്ന എന്താണ് ഇവിടുന്ന് സ്മോൾ എച്ച് ആണ് ഹെഡ് ഓഫ് വാട്ടർ വരുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യൽ ഹൈറ്റ് എന്നും ഫൈനൽ ഹൈറ്റ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആൻ അഡീഷണൽ ഹെഡ്. അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാൻ കൂടെ നമ്മൾ ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഉണ്ടാവുന്ന അഡീഷണൽ ഹെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി എ സ്ക്വയർ ബൈ 2G ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ എച്ച് നമ്മൾ വി സ്ക്വയർ ബൈ 2G എന്ന് പറയുന്നത്, ഇവിടെ അഡീഷണൽ ഹെഡ് എച്ച് എ ഈസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ 2G, where വി എ ഇസ് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വെയർ അതിന്റെ ഇക്വേഷൻ നമുക്ക് നോർമലി ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2/3 CD L √ 2G H raised to 3/2 ആണ്. പക്ഷെ ഇവിടെ ഒരു അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി എ കൊണ്ട് ഒരു അഡീഷണൽ ഹെഡ് എച്ച് എ എന്ന് പറയുന്നത് വി എ സ്ക്വയർ ബൈ 2G ഒരു അഡീഷണൽ ഹെഡ് ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ. ഓക്കെ, സോ ആ ഒരു വാല്യൂ കൂടെ വരുന്നതുകൊണ്ട് ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ വെയർ വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താവും, ഈ നമ്മുടെ യൂഷ്വൽ കോൺസ്റ്റന്റ് ടേം ഉണ്ട് എച്ച് റേസ് ടു 3/2 പകരം h1 പ്ലസ് എച്ച് എ റേസ് ടു 3/2 മൈനസ് എച്ച് എ റേസ് ടു 3/2, അതായത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഹൈറ്റ്സ് ഡിഫറൻസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ഇതിന്റെ ഡെറിവേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ വെയർ വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിലോ നമുക്ക് ഇവിടെ എച്ച് റേസ് ടു 3/2 നോർമലി നമ്മൾ റെക്ടാങ്കുലർ വെയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ പോലെ എഴുതിയാൽ മതി. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ആ ഒരു എന്താണ്
വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ആ ഒരു വാല്യൂ കൂടെ വി എ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നമ്മൾ എച്ച് എ അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇൻ കേസ് ഓഫ് റെക്ടാങ്കുലർ വെയർ വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിഫറൻസ് ഇവിടെ, അത്രയേ ഉള്ളൂ. നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കും, എന്നിട്ട് അഡീഷണൽ ഹെഡ് കൂടെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം 8.15 ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. നേരത്തെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിസ്ചാർജിന്റെ ഇക്വേഷനിൽ നമുക്കൊരു സ്മോൾ എച്ച് എ, അതായത് അഡീഷണൽ ഹെഡ് ഡ്യൂ ടു എന്താണ് നമ്മൾ അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ്. അതുപോലെ 1-2-3 ക്വസ്റ്റ്യൻസ് സിമിലർ വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയുന്നത് എംപെരിക്കൽ ഫോർമുല ഫോർ ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വെയർ ആണ്. എംപെരിക്കലി കണ്ടുപിടിച്ചിട്ടുള്ള 1-2 ഫോർമുലാസ്, ഡിഫറെന്റ് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഫോർമുലാസ്, ഫ്രാൻസിസ് ഫോർമുല, അതുപോലെ ബേസിൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് 2 ഫോർമുല ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രാൻസിസ് ഫോർമുല നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് വെയർ പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു എംപെരിക്കൽ ഫോർമുല നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് റെക്ടാങ്കുലർ വെയറിന്റെ കേസിലുള്ള ഡിസ്ചാർജിന് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇവിടെ h/h⁻³ വരുന്നു. ഇനി വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ഹെഡ് വരുന്ന ഒരു ടേം എച്ച് എ കൂടെ വരുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഈ 2 ഇക്വേഷനും ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ റെക്ടാങ്കുലർ വെയറിന് നമ്മൾ 2 ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇനീഷ്യലി നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് പറഞ്ഞില്ല, പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് സപ്രസ്ഡ് വെയർ എന്നും പിന്നെ സപ്രസ് ചെയ്യാത്ത വെയർ എന്നും പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് വെയേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വെയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ ഓർ വെയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. ഓക്കെ, സപ്രസ്ഡ് വെയർ അല്ലെങ്കിൽ നോട്ട് സപ്രസ്ഡ് വെയർ, അത് എങ്ങനെയാണ് പറയാം? സപ്രസ്ഡ് വെയറും അല്ലെങ്കിൽ സപ്രസ്ഡ് വെയർ അല്ലെങ്കിൽ വെയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ സപ്രസ് ചെയ്യാത്ത വെയർ അല്ലെ, നോട്ട് സപ്രസ്ഡ് വെയർ അല്ലെങ്കിൽ വെയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഫിഗറിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് വീണ്ടും നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. അപ്പൊ ഇതാണ് കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വെയർ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വെയർ, ഇതാണ് സപ്രസ്ഡ് റെക്ടാങ്കുലർ വെയർ അല്ലെങ്കിൽ വെയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത് ഓഫ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് വെയർ ആണ് അല്ലെ. ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് വെയർ ആണ്. അതിന് ഈക്വൽ ആണ് നമ്മൾ വിഡ്ത്ത് ഓഫ് ചാനൽ ആണ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്ത്ത് ഓഫ് ചാനൽ ആണ് ക്യാപിറ്റൽ ബി. അതിന് ഈക്വൽ ആണ് ക്രസ്റ്റ് ലെങ്ത് ഓഫ് വെയർ. അപ്പൊ നമ്മൾ വെയറിന്റെ ക്രസ്റ്റ് ലെങ്ത് എന്താണ്, നെപ്പെ ഓർ വെയിൻ എന്താണെന്നൊക്കെ ഇനീഷ്യലി ഇൻട്രൊഡക്ഷൻ ഓഫ് വെയറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലെങ്കിൽ ആ ടേംസ് ഒന്നുകൂടെ ഓർത്ത് വെക്കാം. അപ്പൊ ഈ വിഡ്ത്ത് ഓഫ് ചാനലിൽ ഈക്വൽ ആണ് ക്രസ്റ്റ് ലെങ്ത് ഓഫ് വെയർ. അപ്പൊ ഇത് കംപ്ലീറ്റ് ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ആണ്, ഒരു ചാനൽ അക്രോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ചാനലിന്റെ വിഡ്ത്തിന് ഈക്വൽ ആണ് ക്രസ്റ്റ് ലെങ്ത് എൽ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സപ്രസ്ഡ് റെക്ടാങ്കുലർ വെയർ എന്ന് പറയും, അല്ലെങ്കിൽ വെയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. അപ്പൊ ഇതാണ് കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വെയർ അല്ലെങ്കിൽ വെയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ചാനലിന്റെ വിഡ്ത്ത് ക്യാപിറ്റൽ ബി ആണ്, പക്ഷെ ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വെയറിന് ഒരു കോൺട്രാക്ഷൻ ഉണ്ട് അല്ലെ. വെയറിന്റെ ലെങ്ത്, ക്രസ്റ്റ് ലെങ്ത് ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അല്ലെ. സോ 2 സൈഡിൽ നിന്നും ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അകത്തോട്ടാണ് വെയർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫുൾ വിഡ്ത്ത് ഓഫ് ചാനലിൽ ഫുള്ളായിട്ട് വാട്ടർ ഫ്ലോ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ അകത്തോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അവിടെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു എന്താണ് ക്രസ്റ്റ് ലെങ്ത് ചാനലിന്റെ വിഡ്ത്തിനേക്കാളും കുറവാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ വെയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ, എൻഡ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആ ഒരു സപ്രസ്ഡ് കേസ്, നോട്ട് സപ്രസ്ഡ് കേസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമുലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫ്രാൻസിസ് ഫോർമുലയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇത് നമ്മൾ നെക്സ്റ്റ് ഒരു ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,